എല്ലാവർക്കും നമസ്കാരം. എവിടുന്നാണ് നമസ്കാരം പറയുന്നത്? ലക്ഷദ്വീപിൽ നിന്ന്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ലക്ഷദ്വീപിലെത്തിയത്. എല്ലാവരും കണ്ടു കാണും. അപ്പം ഡേ 1 നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ലക്ഷദ്വീപിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന സ്റ്റേ ഇതാണ്. നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാണിച്ചു തന്നിട്ടില്ല. ഇവിടെ വന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ. ഫസ്റ്റ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഫുഡ് കഴിക്കണോ? ഈ വ്യൂവിൽ കഴിക്കാനത് തോന്നുന്നില്ല ഗൈസ്. എന്ത് രസറിയാറ്. വാ എനിക്ക് വാ ആന ചെരിഞ്ഞ പോലെ ചെരിയ ഗൈസ്. സോ ഞങ്ങൾ രണ്ടാളും ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അവിടെ വേറൊരു കപ്പിൾസും ഉണ്ട്. വാ, നമ്മൾ അവരും ഇല്ല, അവരും ഉള്ളതല്ലേ. ഞാൻ ആദ്യം വിചാരിച്ചു ഓർക്ക് പ്രൈവസി ഇഷ്യൂസ്. എന്നൊന്ന് പിടിക്കോ, ഇരിക്കാൻ പറ്റുമോ? ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് പോയി. പിന്നെ എണീക്കാൻ എന്റെ തടി കൊണ്ടൊരു ബുദ്ധിമുട്ട്. തടി കൂടി എന്നാണ് പറയുന്നത്. ഓ, തെങ്ങക്ക് എന്ത് രസല്ലേ. തെങ്ങിന് ഇത്ര രസമുണ്ട് അല്ലേ? ഇവിടുന്നായിരിക്കും വെട്ടിയത് നമ്മളെ കരിക്ക്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുടിച്ച കരിക്ക് ഇവിടുന്നാണ്. വന്നപ്പോ തന്നെ റീഫ്രഷ്മെന്റ് ആയിട്ട് ഹൗസ് ബോട്ടിലൊക്കെ കൊടുക്കണ ഓരോ കരിക്കാണ് ഇവിടുത്തെ പ്രധാന. ഇവര് വെളിച്ചെണ്ണൊക്കെ ഉണ്ടാക്കണം അതിലാണല്ലോ. നമ്മള് ഇന്നലെ, അതായത് ഇന്ന് ഈ വീഡിയോ ഇന്നലെ എൻ്റെ ചെയ്യിപ്പിച്ചല്ലോ. 8:35 വന്നിറങ്ങി. ഇപ്പം 10 മണി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ആദ്യത്തെ ദിവസം നമ്മളെ പരിപാടി എന്താണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ലോക്കൽ സൈറ്റ് സീനിങ് ആണ്. അത് ഈവനിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുക. സോ നമുക്കിവിടെ ഫുൾ ഡേ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റും. ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുക. ഓക്കെ, നമ്മളെ കൂടെ 2 ക്യൂട്ട് കപ്പിൾസ് ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ. ബ്രദർ ആൻഡ് സിസ്റ്റർ. സോറി ബ്രോ, ഒന്നും കൂടി വീഡിയോന് വേണ്ടിയിട്ട് പേര് പറയും. എൻ്റെ പേര് അഭിനന്ദ്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞാൻ അനശ്വര, വീട് വെല്ലുപറമ്പ് മെഡിക്കൽ കോളേജ്. അപ്പം എന്താ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ? നല്ല രസം. പുട്ടും എൻ്റെ ഇക്കാനൊക്കെ വീട്ടിലിരുന്ന് കിണറ്റിലിടാൻ പോകും. എങ്ങനെ വേണം ആങ്ങളും പെങ്ങളും ഒരുമിച്ച് യാത്ര ചെയ്ത് ഇപ്പൊ എല്ലാരും അപ്ഡേറ്റാ. ഞാൻ 2000 കാലഘട്ടത്തിലാണ്. 2000-ത്തിലാണോ? 2001 ആ. കടലക്കറിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമുക്കത് എടുക്കാം. എല്ലാം ഇവിടുത്തെ താത്ത ഉണ്ടാക്കിയതാണ്. ഇവിടുത്തെ ഇവരൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവിടുത്തെ ഉണ്ടാക്കിയതാണ്. ഗൈസ്, പുട്ട് കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഗ്രീൻ പീസ് കറിയും പുട്ട്. നോർമലി വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ ടേസ്റ്റ് ഉണ്ടാവും. കൂടെ ചായ ഉണ്ട്. ഓക്കെ, ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരുന്നു. പുട്ടും ഗ്രീൻ പീസ് കറിയൊക്കെ ആയിരുന്നു ഫുഡ്. ഇതാണ് നമ്മളെ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മളിവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഇവരാട്ടോ. അപ്പം നമുക്ക് റൂമിലോട്ട് പോയാലോ? കാണിക്കാം. എല്ലാം ഷിംഗും റൂമൊക്കെ കാണിച്ച് ദിസ് ഈസ് അൺബോക്സിംഗ് അവർ റൂം ഇൻ അഗത്തി ലക്ഷദ്വീപ്. ഫാന് വേണ്ടായിരുന്നല്ലേ? ഓ സൂപ്പർ. നോക്ക്, AC ഉണ്ട്. ഫുൾ AC ഗൈസ്. AC. അതും വ്യൂ നോക്കി. വ്യൂ ഇതൊന്നല്ല, വ്യൂ ആണ് ഏറ്റവും ബെസ്റ്റ്. കണ്ടോ എന്ത് രസല്ലേ. ശരിക്കും ഇവിടെ വീടൊക്കെ വെച്ച് ജീവിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇവിടെ ഡോക്ടറിന് വല്ല പണി കിട്ടോ? ഞാൻ ഇവിടെ വരാം. ഓ, അതിനിപ്പോ എന്താ പ്രൈവറ്റ് ആയിട്ട് തുടങ്ങാലോ. അങ്ങനെ രസമിട്ടില്ല നല്ല. അതാണ് നമ്മുടെ റൂം. ഒരു കിങ് സൈസ് ബെഡ്, പിന്നെ ഫാൻ്റെ ആവശ്യമില്ല, AC ഉണ്ട്, ടേബിൾ ഉണ്ട്. എനിക്ക് വർക്ക് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ റെഡിയാണ്. നല്ല റൂമല്ലേ? പുതിയ റൂമാന്ന് തോന്നുന്നു കേട്ടോ. ഓ, ഫ്രിഡ്ജ് ഉണ്ട്. മിനി ഫ്രിഡ്ജ്, TV, കബോർഡ്, പിന്നെ മിറർ. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ അറിയോ ശിങ്കു? ഇവിടുത്തെ ബാത്റൂം. നല്ല കിടിലൻ ബാത്റൂം കേട്ടോ. കിടിലൻ ബാത്റൂം, നല്ല വൃത്തിയുള്ളൊരു ബാത്റൂം. പിന്നെ ഇങ്ങോട്ട് വാ. നമ്മളെല്ലാരും വിചാരിക്കും ഓ ലക്ഷദ്വീപാണ്. ഞങ്ങൾ വെറുതെ ഒരു 5 കുടം ബ്രഷ് ഒക്കെ ആയിട്ട് വന്ന് എല്ലാം ഉണ്ട്. ഡെന്റൽ കിറ്റ്. ഓക്കെ, പിന്നെ ഇതെന്താ
ഷവർ ക്യാപ്പ് എല്ലാം ഉണ്ട്. മറ്റേ ഹോട്ടലിൽ കിട്ടുന്ന പോലെ തന്നെ എല്ലാം ഉണ്ട്. ഷേവിംഗ് കിറ്റ്. ഷേവിംഗ് കിറ്റും ഉണ്ടോ? അതെല്ലായിടത്തും അങ്ങനെ കിട്ടലില്ല. ഡെന്റൽ കിറ്റ് 2 ഉണ്ട്. നമ്മ 2 പേര്. നിന്നെ എടുക്കാൻ ഒരു രസമില്ല ശിങ്കു, വ്യൂ എടുക്കാൻ രസം. ഇന്ന് ആദ്യമായിട്ട് ശിങ്കുവിനെ കാട്ടി ബ്യൂട്ടി ആയിട്ട് വേറൊരു സംഗതി വന്നു. ദാറ്റ് ഈസ് അവർ ഷാംപൂ എല്ലാം ഉണ്ട് കേട്ടോ. ഷേവിംഗ് കിറ്റ്, ഷാംപൂ എല്ലാം ഉണ്ട്. ആരൊന്നും പേടിക്കണ്ട. ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ്റെ എല്ലാ സാധനവും ഉണ്ട്. ഞങ്ങൾ വെറുതെ കുറെ കെട്ടിപ്പറക്കി എന്താ ബ്രഷ് ഒക്കെ ആയിട്ട് പോകുന്നു. നീ ഗോവക്കല്ലേ വന്നത്? സോ ഗൈസ്, ഇനി എന്താ പരിപാടി എന്ന് തുറന്നു നോക്കാറ്. നമ്മള് ഇനി ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാന്റെ നമ്പർ എന്നാണ് പുള്ളി എന്തോ പുറത്ത് വന്നു തോന്നുന്നു. സോ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാൽ ലോക്കൽ സൈഡ് സീനിങ് ആണ്. അപ്പോൾ നമ്മളൊന്ന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പുറത്തിറങ്ങാം. നമുക്ക് കാണിക്കാം. കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ബാക്കി മൊത്തം അങ്ങ് കാണിച്ചു തരാം. സോ ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യട്ടെ, ഓക്കെ? നമുക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ എണീക്കാം. കോഴിയതാ ഇവിടെ. കോഴി ഇല്ലാന്ന് ആരും വിചാരിക്കണ്ടതാ. കോഴി, വെള്ളം കോഴി, പൂവൻ കോഴി അല്ല, വെള്ളത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ബീച്ച് കോഴി. ഓക്കെ, ഞങ്ങളൊരു പവർ നാപ്പ് എടുത്തിട്ട് ഇങ്ങോട്ട് എണീറ്റു കേട്ടോ. എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പഠിച്ചു. അപ്പം നമ്മളോർത്ത് പുറത്തിരിക്കാന്ന്, പിന്നെ നല്ല വെയില്. അപ്പം അകത്ത് തന്നെ ഇരിക്കാന്ന് ചോദിച്ചു. നാളെ വല്ലതും നോക്കാം. ഇനി നമുക്ക് നേരെ അകത്തോട്ട് പോവാം. യാസിനിക്ക് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പോയി ഫുഡിന് നോക്കില്ല. അപ്പം നല്ല മണം വരുന്നുണ്ട്. വായ് ഹായ്, ഞാൻ ഫുഡ് കഴിച്ചു നോക്കാം. ഒന്ന് ഇവിടുത്തെ ലക്ഷദ്വീപ് ബിരിയാണി. ആൻഡ് ഇതെന്താ, ഇതും ബിരിയാണിയാ? 2 ബിരിയാണി കേട്ടോ. 2 ബിരിയാണി ആൻഡ് പപ്പടം ആൻഡ് തൈരും പിക്കിളും. ഇത്ര കാര്യങ്ങളാണ് ഉള്ളത്. പ്ലേറ്റ് ആൻഡ് കോഴി. വ്യൂ ആണ് ഗൈസ്. അടിപൊളി വ്യൂ. റൂമിന്റെ പുറത്ത് നിന്ന് നല്ല വ്യൂ അല്ലേ? സൂപ്പർ വ്യൂ. നമുക്ക് ഒരു പ്ലേറ്റ് ബിരിയാണി എടുത്ത് കസാരമ്മ പോയി കഴിച്ചാൽ രാത്രി പിന്നെ ഇതൊക്കെ കാണാൻ പറ്റുമോ? സൺസ്ക്രീനാ. .nk പ്രൊമോഷൻ. വാ, ലെറ്റ്സ് ഗോ. വിശക്കുണ്ട്. ഉറക്കത്തിന്ന് എൻ്റെ വിശപ്പ്. ലെറ്റ്സ് ഗോ. അവര് ഫുഡ് ചെയ്യാറ് കേട്ടോ. നമ്മളാ ലേറ്റ് എപ്പോഴും. നമ്മള് കൂടുള്ള പാർട്ട്ണർ. അത് ഹായ്. ഇല്ല സീന. യെസ്, ആദ്യം നിങ്ങിട്ട് അഭിപ്രായം പറയും ഫുഡിൻ്റെ എങ്ങനെയുണ്ട്. അങ്ങനല്ല, വീഡിയോ പറയാനോ. ടെസ്റ്റർ. എനിക്കാണെങ്കിലും നല്ല വിശപ്പും. ഇത് ചിക്കൻ ഇവിടെ വേറെ ടൈപ്പ് കളർ അല്ലേ? എങ്ങനെയാ ലക്ഷദ്വീപ് വരുന്നൊക്കെ? യാസിനൊക്കെ ഫുഡായിട്ട് വരുന്നുണ്ട്. ഇവിടെ ബൊഫേ സിസ്റ്റം. അമ്മേൻ്റെ അടുത്ത് കൊണ്ടുവെക്കും. അമ്മേൻ്റെ അടുത്തിട്ട് കഴിക്കാം. ടേസ്റ്റ് പറയാനാ? ടേസ്റ്റാണ്. ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് ലക്ഷദ്വീപ് ബിരിയാണി. അപ്പം ഞാൻ ഇനി കഴിച്ചിട്ട് കാണും. അപ്പം നമ്മളിത് റെഡി ആയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 4 മണി ടൈമായിട്ടുണ്ടാവും. ചായ വിത്ത് ബ്യൂട്ടിഫുൾ വൈബ്.
നോക്കുക ചായ വിത്ത് ബ്യൂട്ടിഫുൾ വൈബ്. വ്യൂ വൈബ് ആൻഡ് വ്യൂ ബോത്ത് സൂപ്പർ. നല്ല അടിപൊളി ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊള്ളാം, നല്ല രസമുണ്ട്. ഹൈസിക്കും ലൂയിക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഞാൻ വിളിച്ചപ്പോൾ തന്നെ നാനാന്ന് പറയണ്ട, അതായത് അവനക്കും വേണം എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കാം ചായൻ്റെ കടി, പഴംപൊരി, പരിപ്പുവട, വേറെ ഇവിടുത്തെ എന്തോ സ്പെഷ്യലാണെന്ന് തോന്നുന്നു, തീരെ അറിയത്തില്ല. പിന്നെ ചായ, അത് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് പൊരിച്ചതാ. ഓ റസൂലി ഉണങ്ങി. ഞാൻ ഇപ്പൊ കുറച്ച് രാത്രി എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചോ. സൂപ്പർ. ഹായ്, എന്ത് ഭംഗിയാ കാണാൻ. ഞാനേ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ട് വരാം. ഗായ്സ്, ഞങ്ങള് ബൈക്കിൽ ഇത് ഒരു അഗത്തി സിറ്റി ടൂറിന് പോവാണ്. അഗത്തി സിറ്റി, അഗത്തി സൈറ്റ് സീനിങ്ങിന്. സിറ്റി അഗത്തി എന്ന് പറഞ്ഞൊരു സ്ഥലം, അതിലുള്ള കുഞ്ഞി സിറ്റി ആയാലും വലിയ സിറ്റി ആയാലും അതിനെ സിറ്റി എന്നാ പറയാ. ടൗണ് അപ്പൊ കൽപ്പറ്റ സിറ്റി അല്ലേ ഇനി? കൽപ്പറ്റ ടൗൺ സിറ്റി എന്ന് പറഞ്ഞാല് വിട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ അപ്പൊ നമ്മൾ സിറ്റി ടൂർ അല്ല, നമ്മളിപ്പം അഗത്തി ഐലൻഡ് കാണാൻ വേണ്ടി ഇറങ്ങി. അഗത്തി ഐലൻഡ് നമ്മളൊരു സൈറ്റ് സീയിങ്ങിന് വേണ്ടി ഫുള്ള് പോവാണ്. കട്ട് ചെയ്തിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ബൈക്ക് വേണോ കാറ് വേണോ? അപ്പൊ ഞാനാണ് ചൂസ് ചെയ്തത് ബൈക്കാണ്. കാരണം കാറിലിരുന്ന ഒരു കൂട്ടിലിരുന്ന് പോണ പോലെ അല്ലേ. അപ്പൊ സിറ്റി കാണാനായിട്ട് ബൈക്കുമ്മലാണ് നല്ലതെന്ന് ഞാനാണ് സജസ്റ്റ് ചെയ്തത്. ഇവിടെ ഹെൽമെറ്റ് ഒന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ ഫുള്ള് ഭയങ്കര മറ്റേ ഗണേശ മന്ത്രി വന്നിട്ട് സ്ട്രിക്റ്റ് ആയപ്പോൾ ഇവിടെ ഒന്ന് നമുക്ക് ഹെൽമെറ്റ് ഇല്ലാണ്ടൊന്ന് പറഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബൈക്ക് പറഞ്ഞത്. നല്ല രസമുണ്ട്. ആടുംകുട്ടികള് സൂപ്പർ. വീടുകളൊക്കെ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ പതുക്കെ പോട്ടോ, ഓക്കെ. നല്ല രസമുണ്ട്. കൊള്ളാം, എല്ലാം കൊള്ളാം, നല്ല രസമുണ്ട്. ഇവരാണ് നമ്മളെ കൊണ്ടുപോയി കാണിക്കുന്നത് അല്ലേ, ഇവരല്ലേ? അപ്പം നമുക്ക് എല്ലാം നല്ല ഗ്രാമീണ തനിമയുള്ള കുറേ വീടുകൾ ഇവിടെ എല്ലാം തെങ്ങാണ്. ഇവര് മെയിൻ എന്താണെന്നറിയോ? ഇവര് ഫുള്ള് വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുക. എല്ലാം വെളിച്ചെണ്ണ. ഇവര് ചിരകി ഇവരുടെ വീട്ടിൽ തന്നെ വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാക്കും. വാപ്പാന്റെ ഫ്രണ്ടിന്റെ മോള് വേറെ ദ്വീപില്ല, അവിടെ മെയിൻ കൾട്ടിവേഷൻ കോക്കനറ്റും ചൂരമീൻ അങ്ങനെയൊക്കെയാണ്. നോക്കിയാ നല്ല രസമില്ലേ? കൊള്ളാം, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് അല്ലേ? പാർട്ടി പ്രവർത്തകന്റെ എന്തൊക്കെയോ ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കല്യാണോ എന്തെങ്കിലും ഫംഗ്ഷനാണോ കുറച്ച് ആള് കൂടിയില്ലേ, തിരക്കും എല്ലാം ഉണ്ട്. നല്ല രസമുണ്ട്. വണ്ടീന്റെ നമ്പർ പ്ലേറ്റ് നമ്മളുടെ ഗൈഡിന്റെ നമ്പർ പ്ലേറ്റ് സ്കൂളാണ്. സീനിയർ സെക്കൻഡറി അതാണ് പരിപാടിയൊക്കെയാണ്. ചായക്കട നാട്ടീത വൈബ് വന്നിട്ട് ഗ്രാമീണ വൈബ്. കൊള്ളാം. സ്കൂൾ ബസ്സൊക്കെ ഉണ്ട് ഗൈസ്. അതെ, സ്കൂൾ ബസ്സാ വരുന്ന. നോക്ക്, ഇവിടെ മൊത്തം ഏകദേശം 2011 കണക്ക് പ്രകാരം 7000 പേര് താമസിക്കും. സ്കൂൾ ബസ് ഉണ്ട്. സ്കൂൾ ബസ് ആയി പോകുന്ന സ്കൂൾ ബസ്
ഇത് ശരിക്കും നമ്മളുടെ ഉള്ളേരിയ ടൗൺ പോലെ ഉണ്ട് അല്ലേ? ഇവിടുന്ന് ബീച്ചൊന്നും കാണില്ല. ആ എന്നാലും നല്ല പോസ്റ്റ് ഓഫീസ്, ഇമിഗ്രേഷൻ സെന്റർ, പോലീസ് സ്റ്റേഷൻ, BSNL, DM. ഇവിടെ ഏതൊക്കെ സിമ്മ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. ഇവിടുത്തെ വർക്കിംഗ് സിം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് കിട്ടണത് എയർടെൽ, BSNL അല്ലേ? BI വോഡാഫോൺ ഐഡിയ. വോഡാഫോൺ ഐഡിയ. നമുക്കറിയൂല BI എന്താന്ന്. ജിയോന് മാത്രമാണ് റേഞ്ച് ഇല്ല. ജിയോന് റേഞ്ച് ഇല്ല. പക്ഷെ നമ്മളെ നാട്ടില് ജിയോന് എവിടെ പോയാലും നല്ല റേഞ്ച്. ബൈക്ക് എടുത്തല്ലേ? ഞാൻ ബൈക്ക് ഓടിച്ചിട്ട് ഇന്ന് ഷൂട്ട് ചെയ്ത്. ലൈസൻസ് വേണം, പ്രത്യേക ലൈസൻസ്. എനിക്കുണ്ടല്ലോ. ഇന്റർനാഷണൽ ലൈസൻസ് വേണം അവിടെ വണ്ടി ഓടിക്കാൻ. എന്തിനാ കള്ളം പറയണേ? അയ്യാ, ഞാൻ മന്ദബുദ്ധിയല്ല കേട്ടാ, ഒത്തിരി മന്ദബുദ്ധിയല്ലേ. നല്ല അടിപൊളി ബീച്ച്. ഈ തെങ്ങാണല്ലേ ഇവിടുത്തെ വൈബ്. കോടല്ല, ആരോ തീ വെച്ചതാ. ഒന്നല്ല, ഇതാണ് ലക്ഷദ്വീപിലെ കോട. ലക്ഷദ്വീപിൽ എന്നും വീഡിയോ ഇടുമ്പോ കുറെ പേര് ചോദിക്കാറുണ്ട്, ലക്ഷദ്വീപിൽ വരുമ്പോ പറയണേ. നമ്മള് വീഡിയോ വന്നു പോകുമ്പോഴായിരിക്കും സബ്സ്ക്രൈബേഴ്സ് വിളിക്കാം. ഇവിടുത്തെ ഒരു മദ്രസയും പള്ളി. ഇതുണ്ടോ നമുക്ക് പറ, അല്ല മയ്യത്തും കര. ഇത് എല്ലാ വീട്ടിലും ഉണ്ട് ആടുകൾ. എനിക്ക് ആടിനെ തോന്നും. എല്ലാ വീട്ടിലും ഉണ്ട് ആട്. എന്നിട്ട് കരയുന്നില്ല. ശരി, ഒരുമിച്ച് പോകാനൊക്കെ പറ്റും. കാരണം ട്രാഫിക് ഇല്ലല്ലോ അല്ലെ? ഉള്ളേരിയ വന്നല്ലോ. എല്ലാവരും നല്ല ഫ്രണ്ട്. ടാറ്റ ടാറ്റ, എല്ലാവരും നമുക്ക് ടാറ്റ തരുന്നുണ്ട്. ഗൈസ്, അപ്പം നമ്മളിത് ഇവിടെ ഫസ്റ്റ് ലൊക്കേഷൻ വന്നിട്ട് മ്യൂസിയത്തിലോട്ട് പോവാണ് അല്ലേ? യാസിനിക്ക് വേറെ റീൽസിനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് 2 ചാനൽ നോക്കാണ്ടായതുകൊണ്ട് ഞാൻ വേറെ തന്നെ വീഡിയോ എടുക്കലാണ്. നമുക്ക് നോക്കാം. ഗോൾഡൻ ജൂബിലി ചെരുപ്പിട്ട് കയറാൻ പറ്റുമല്ലോ. ചെരുപ്പ് എല്ലാവരും ഇട്ട് കയറുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ചെരുപ്പിട്ട് കയറാം ഉള്ളിൽ. വീഴാൻ എനിക്ക് കയറാൻ പറ്റും ഇവിടെ. ഇത് പണ്ടത്തെ ഇതായിട്ടില്ല. നമുക്ക് പണ്ടത്തെ സാധനങ്ങളുണ്ട്. ഇതിനൊപ്പം എന്താണ്? ചീനി, കളിമൺ, കലശം, പണ്ടത്തെ വഞ്ചി. നോക്ക് ഉണ്ടോ? മസൂദി ഫിഷിംഗ് ക്രാഫ്റ്റ് മിനിക്കോയിൻ്റെ. പിന്നെ ഇതെന്താ? ഇതൊക്കെ എന്താ? കമാൻ നാവിഗേഷണൽ. ഇത് ദൂരം അളക്കുന്ന എന്തോ സാധനമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ മനസ്സിലായോ? പണ്ടത്തെ കെറ്റിൽ നോക്ക്, എല്ലാം ഉണ്ട് കേട്ടോ. വിളക്ക്, പിന്നെന്താ? ചെമ്പ്, കലശം, വാള്, മെറ്റൽ സ്വോർഡ് എല്ലാം ഉണ്ട്. നോക്ക്, നല്ല രസമുണ്ട് കാണാൻ. ഇതെന്താ? വലിയ കല്ലല്ലത്, സ്റ്റാച്ചു ആണ്.
മുടിയുണ്ട്. ആ അത് മുടിയല്ല, ചകിരിയാണ്. ഉണ്ടോ? നല്ല രസമുണ്ട്. ഇതൊക്കെ ഞാൻ വെറുതെ ഇനി ഓടിച്ച് കാണിച്ചു കേട്ടോ, അതാ നല്ലത്. കുറേ സ്റ്റോൺസും കാര്യങ്ങളുണ്ട് ആർക്കിയോളജിക്കൽ പരമായി. ഇതിൻ്റെ മേലെയും കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. പണ്ടത്തെ ഒരു സെറ്റപ്പുകളാണ് ഇവിടുത്തെ. നമുക്കൊന്നും അറിയില്ല ഇതിനെപ്പറ്റി, ആദ്യമായിട്ടല്ലേ ഇതൊക്കെ കാണുന്നത്. അപ്പം ഇത് ബാത്റൂമായി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഇത് കൊള്ളാട്ടോ. കട്ടില്, അലമാര, കട്ടില്, ചെയറ്, ഒരു ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ പണ്ടത്തെ. ചെമ്പ്, പാത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, അവരുപയോഗിച്ചിരുന്ന ചെമ്പും കലവും എല്ലാം ഉണ്ട്. മേശ, പെയിൻറ്റിങ്സ്, മനോഹരമായ നല്ല ആലുമരൊക്കെ കണ്ടു. അപ്പോഴേക്കും വേറെ എന്തൊക്കെയോ പറഞ്ഞ് ഇതെന്താ? കളക്ടർ ഓഫീസാട്ടോ ഇത്. ആ കളക്ടർ ഓഫീസ്, അത് ഡെപ്യൂട്ടി കളക്ടർ ഓഫീസ്. ഇത് ചായക്കട. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി പോർട്സ് ആൻഡ് ഷിപ്പിംഗ്. ഷിപ്പിങ്ങിന്റെ എന്തോ ആണ്. ഓ കൊള്ളാം കൊള്ളാം, നല്ല രസമുണ്ടല്ലോ. ഇടുന്നല്ലേ ഇത് കൊറേ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയോ പടത്തില് കണ്ടിക്ക്. കുട്ടികളൊക്കെ ചോട്ടി മറിഞ്ഞ് കളിക്കാം അവിടെ. നോക്കിക്കോ. മീൻ പിടിക്കുന്നുണ്ട് നല്ല. അവിടെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കുറെ പേര്. അങ്ങോട്ട് പോയാലോ? വേണോ? വെള്ളത്തിൽ കളിക്കണം എന്ന് വരാം. എന്തായാലും കൊള്ളാം. കുറെ ടൂറിസ്റ്റ് ഉണ്ട് ഇവിടെ. സ്റ്റോപ്പ്. അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്ന പോർട്ടിലെ പോർട്ട് ഓഫ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. ബോട്ടാണ്. ബോട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് കുറെ. പണ്ടത്തെ ബോട്ടൊക്കെ. ഏതാണ്? നൂണ പറയില്ലേ? സത്യമായിട്ടും എന്താ കള്ളം പറയുന്നടാ? പഞ്ചാബി ഹൗസ്. വാ വിശ്വസിച്ച്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അവിടെ ഒരു വൈറ്റ് കളർ ഫോം ചെയ്തിട്ടില്ലേ? ഇങ്ങോട്ട് വാ. ഇവിടെ നോക്ക്. ഇതൊക്കെ ഒരു വൈറ്റ് കളർ ഇത് ഫോം ചെയ്തിട്ടില്ലേ? അതെന്താ? അതെന്തിനാണ് ഇത് ഇവിടെ ഫോം? പറയല്ലേ കേട്ടോ. അതെന്തിനാ ഫോം ചെയ്തേ? അല്ല, ആ വൈറ്റ് കളർ ഇങ്ങനെ ഫുള്ള് ചുറ്റിനും ഇങ്ങനെ ഫോം ചെയ്തിക്ക്. അതെന്തിനാന്ന്? അതെന്ത് യൂസ് ആന്നാ പറയണ്ടേ? അത് വെള്ളം അടിച്ചു കയറാതിരിക്കാൻ അവിടുന്ന് തിരുമാല സെറ്റ് ആക്കിയതാണ് പഠിച്ചത്. കറക്റ്റ്. ഇന്ന് എനിക്ക് അയക്ക പറഞ്ഞു. അതായത് ഇവിടുത്തെ ദ്വീപിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറലി ബിൽഡ് ചെയ്തേക്കുന്ന സാധനമാണ് അത്. എറിഞ്ഞു നോക്കിയത് ശരി. പക്ഷെ എനിക്ക് മൂപ്പര് പറഞ്ഞു തന്നതാട്ടോ.
എനിക്കറിയില്ലായിരുന്നു. ആ നല്ല രസമുണ്ട് കാണാൻ. എന്തൊക്കെയാലേ പഠിച്ചോൻ്റെ ഒരു ഇത്. കൊള്ളാം. ദ്വീപിന് ചുറ്റും ഇതുണ്ട്. നമുക്ക് ഫ്ലൈറ്റിന് വരുമ്പോൾ ശരിക്കും കാണാൻ പറ്റും. അത് കൊള്ളാം. ഫ്രണ്ട്സ് കണ്ട പിന്നെ മൈൻഡ് ആക്കൂല നമ്മളെ. നമുക്ക് നോക്കാം. ഞാൻ ഷൂട്ട് ചെയ്തിക്ക്. കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല, പെൺകുട്ടികളൊക്കെ കഴിഞ്ഞതല്ലേ? ആ പുള്ളി ഒരു ഗിവ് അവേ കൊടുക്കാൻ വേണ്ടി വന്നാണ്. പുള്ളി അടുത്ത വട്ടം ഗിവ് അവേ എടുക്കുമ്പോൾ പുള്ളീനെ എടുക്കണതാണ് പുള്ളി പറഞ്ഞത്. പേരെങ്ങനെയാ? നിങ്ങളെ പേര്? അസീം. ഓക്കെ, നിങ്ങളാണ് വിളിക്കുന്നത്? പുള്ളി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ്. ഇവിടത്തെ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ഞാൻ. കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കൂടുതലും റീൽസ് മറിക്കുന്ന സമയത്ത് കൂടുതൽ കാണാറുണ്ട്. എന്റെ സ്വന്തം ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാ. അത് ശരി, അത് നോക്കാം. ഇത് യാസിം വ്ളോഗ്സ് ഫാമിലി എന്ന് പറഞ്ഞ ചാനലുണ്ട്. അതിലാട്ടോ ഈ വീഡിയോ വരിക. അവിടുന്ന് വെളിച്ചുണ്ടോ ബേക്കിന്ന്? എന്നിട്ട് പിന്നെ അങ്ങനെ രാത്രി ഇന്ന് വന്നിട്ടേ ഉള്ളൂ. ഏത് ഫ്ലൈറ്റിലാണ്? എന്താ ഫ്ലൈ 91 ഗോവയിൽ നിന്ന്. അത് ഗോവയിൽ നിന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഡയറക്റ്റ് ഫ്ലൈറ്റ് ഗോവയിൽ നിന്നും കൊച്ചിയിൽ നിന്ന് മാത്രമല്ലേ ഉള്ളൂ? ബാംഗ്ലൂരിനുണ്ട് കണക്ഷൻ അല്ലാണ്ട് ഡയറക്റ്റ് ഇല്ലല്ലോ. ബാംഗ്ലൂരിനുണ്ട് ഗോവ അതല്ലേ മെയിൻ. ഓക്കെ, അപ്പോൾ സന്തോഷം, കാണാം. സോ ഗൈസ്, എന്നെ വേക്കിലിരുത്തിയിട്ട് പ്രോ റൈഡർ ഇതാ മീൻ പിടിക്കുന്നു. പോട്ടെ നിർത്തണമെങ്കിൽ നേരത്തെ പറയാം. പ്രോ റൈഡർ വണ്ടി ഓടിക്കുന്നുണ്ട് ലക്ഷദ്വീപിൽ വന്നിട്ട് വണ്ടി ഓടിച്ചില്ല എന്നുള്ളൊരു പരാതി വേണ്ട, അതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നുണ്ട്. എന്താണ് പ്രോ റൈഡർ അങ്ങനെ? വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ്. നമ്മളെ വണ്ടീൻ്റെ അത്ര പോരല്ലേ? റെഡിയോ പോട്ടെ. വണ്ടി കുറച്ച് ആക്സിലേറ്റർ കൊടുത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ ഓഫായി പോകുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാൻ? ഓടിക്കാനും നല്ല രസമല്ലേ? വൈബ് ഗൈസ്, വളരെയധികം വൈബ് സ്ഥലം. ഫുട്ബോൾ ഗ്രൗണ്ട്, ആൾക്കാരൊക്കെ വന്ന് ഇരിക്കുന്ന സ്ഥലം. ലൈഫ് അടിപൊളിയാട്ടോ ഇവിടുത്തെ, ഒരു രക്ഷയില്ല. മണല് ഓടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണേ. ബേക്കിൽ ഒരു കാറുണ്ട്, ഒന്ന് സൈഡാക്കി കൊടുത്തേക്ക്. പോട്ടെ. ഇവിടെ ഒരു റാലി പോകുന്നുണ്ട് SSFൻ്റെ. സൈഡൊക്കെ ഫുള്ള് പള്ളി കമ്മിറ്റീൻ്റെ ആൾക്കാരാട്ടോ. ഷിങ്കു അതിൻ്റെ ഇടയ്ക്ക് കൂടെ അവൾക്ക് കൊടുത്ത മൈക്ക് കൊണ്ടുപോയി നിലത്തിട്ട് ഇപ്പോൾ ഒരു രക്ഷയില്ലതാ. എൻ്റെ ഇവിടെ കണ്ടോ ഒരു മൈക്ക്, അത് ഒന്ന് പോയി. ഇനി കിട്ടാൻ ഒരു ചാൻസ് ഞാൻ കാണില്ല, പോയി നോക്കാം. പോയി തപ്പി നോക്കാം നമുക്ക് മൈക്ക് എവിടെ ഉള്ളതെന്നുള്ളത്. ഇത് വൻ റാലിയാണല്ലോ. ഇനിയിപ്പോൾ ഈ റാലീൻ്റെ ഇടയ്ക്ക് മൈക്ക് പോകാൻ പോയാൽ മൈക്കും ഉണ്ടാവില്ല. സോ ഗൈസ്, ടെൻഷൻ അടിച്ചൊക്കെ വെറുതെ ആയി. എൻ്റെ ഓവർ ടെൻഷൻ കാരണം സംഭവിച്ചാണ് സംഭവം. ഒരു മൈക്ക് മാത്രമാണ് മൈക്ക് സെറ്റിൽ നിന്ന് ഞാൻ ഊരിയിട്ടുള്ളൂ. എൻ്റെ മനസ്സിൽ ഞാൻ 2 മൈക്ക് ഊരിയിട്ടുണ്ട്. ഒന്ന് ഷിങ്കുവിൻ്റെ
ഷാളുമ തൂക്കിയിട്ടതും ഒന്ന് എൻ്റെതും. ഷിങ്കുവിൻ്റെ ഷാളിലായിരുന്നു മൈക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പുള്ളിക്കാരൻ അവിടെ വന്നില്ലേ ഗീവേൻ്റെ പറയാൻ. അപ്പോൾ ഞാൻ അപ്പോൾ ഷിങ്കുവിൻ്റെ മേത്ത് നിന്ന് എടുത്തിട്ട് എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കാര്യം എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഗൈസ്. എന്നിട്ട് മൈക്ക് ഇവിടെ ഉണ്ടിട്ട് മൈക്ക് കാണില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തപ്പി നടക്കായിരുന്നു. ഞാൻ അധികം അതിന് മാത്രം ചീത്തൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ടോ. ഞാൻ പറഞ്ഞിങ്ങനെ നീ മൈക്ക് കൊണ്ടേ കളഞ്ഞ് വിലേൻ്റെ മൈക്കാണ്, ഇനി പുതിയ മൈക്ക് വാങ്ങണ്ടേ. ഭാഗ്യത്തിന് ഷിങ്കു ഒരു വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഗൈസ്. എന്തായാലും നമ്മൾ പോട്ടെട്ടോ, മുന്നോട്ട് പോവാം. സോ ഗൈസ്, നേരത്തെ ഷിങ്കു ആയിരുന്നു ഇതിലൂടെ ഓടിച്ചത്. ഇത് ഇവിടുത്തെ ചായക്കട. ഇവിടെ ഒരുപാട് ചായക്കട ഉണ്ട് കേട്ടോ. ഇവിടുത്തെ കുട്ടികൾ എന്തോ പറയുന്നുണ്ട്, ഒന്നും മനസ്സിലായില്ല. അതാ അല്ലല്ല ഇല്ലല്ല, ചീത്തൊന്നും പറയില്ല അവര്. ആ നല്ല രസമുണ്ടല്ലേ മൊത്തത്തില്. ഹെൽമെറ്റ് ഇടാത്തോണ്ട് ഭയങ്കര രസം. കേരളത്തില് സ്ട്രിക്റ്റ് അല്ലേ, ഹെൽമെറ്റ് വേണം രണ്ടുപേരും. നല്ല വൈബ്, നല്ല ഗ്രാമക്കാഴ്ച അല്ലേ. ഗ്രാമങ്ങൾ തേടിയുള്ള യാത്രയാണ് ഗൈസ്. ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. നല്ല രസമുണ്ട് മൊത്തത്തിൽ. എന്തായാലും അടിപൊളിയായിരിക്കുന്നു. ഞാൻ ഈ മൈക്ക് തിരിച്ച് ഷിങ്കുവിന് കൊടുക്കാം എന്ന് വിചാരിക്കുന്നു. ഓ, ഇപ്പോൾ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചേനെ, ജസ്റ്റ് മിസ്. പ്രശ്നമൊന്നുമില്ല. കുളം, പള്ളി, കുളം. അത് കുളമല്ല, ശരിക്കും ഒരു ഔല് ആയിരിക്കും. ഔല് പോലത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കണം. നിന്റെ കയ്യിൽ മൈക്കില്ലല്ലോ, നീ പറയുന്നത് കേൾക്കുന്നുണ്ടാവോ? ഇല്ല. അത് അമ്മമാര് BMW. അതാ ഇവിടുത്തെ ബൈക്കിന്റെ വർക്ക്ഷോപ്പാണ്. ഇവിടത്തേക്ക് എന്തും എല്ലാ സാധനവും വരുന്നത് എവിടെ നിന്ന് അറിയോ? നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന്, കൊച്ചിയിൽ നിന്നാണ്. പിന്നെ ഗോവയിൽ നിന്നും വരുന്നുണ്ട്, പക്ഷെ അധികവും കേരളത്തിൽ തന്നെ. ഇവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കേരളത്തെയാണ്. കൊച്ചി പോർട്ട്. അപ്പോൾ ഗൈസ്, നമ്മളൊരു ലഗോൺ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. നോക്കാം, വാ, ലെറ്റ്സ് ഗോ. നല്ല അടിപൊളി സ്ഥലമല്ലേ, റിലാക്സ് ചെയ്ത് വന്നിരിക്കാൻ പറ്റിയ. ഫുള്ള് നോക്ക്, ക്ലബ്ബ് പോലെ ഉണ്ട്. വലിപ്പന്മാർ വന്നിരിക്കുന്നുണ്ട്. നല്ല സ്ഥലം, അടിപൊളി, കൊള്ളാം. ഊഞ്ഞാലുണ്ട്, കുട്ടികൾ ഊഞ്ഞാലാടുന്നു. യാസീൻക്ക് ഫാൻസ്, അടുത്ത ഫാൻ വന്നിട്ടോ. അവിടെ ഒന്ന് സംസാരിക്കാം. നമ്മൾ ലഗോൺ ബീച്ചിൽ നിന്ന് ഇറങ്ങി. എല്ലാവരും ഇവിടെ വന്ന് സൊറ പറയാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉമ്മമാരായാലും കണ്ട, ഉമ്മമാരൊക്കെ മാക്സ് ഇട്ടിരിക്കുന്നുണ്ട്, കണ്ട, നല്ല രസമുണ്ട് കാണാൻ. സോ ഇതാണ് ഇവർ പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും നല്ല ചായക്കട. ഇവിടുത്തെ ആൾക്കാർ വന്നിരിക്കുന്നു. ആരും ഇല്ലാന്ന്. അയ്യോ, ആരില്ലാത്തോട്ട് പോയി ചായ കുടിക്കാന്ന് പറഞ്ഞ.
ഇല്ലേ ഇത് അഗതീസ് ചായക്കട. അഗതീസ് പീപ്പിൾസ് ചായക്കട. ഫുഡ് കോർട്ട്. ഇഫ്താർ ഫുഡ് കോർട്ട് നല്ല രസമുണ്ട്. പക്ഷേ ഈ ചായക്കട ബെസ്റ്റ് ആട്ടോ. നോക്ക് നല്ല ഈ വൈബും ഉണ്ടോ. അവിടെയൊക്കെ പിള്ളേർ വന്ന് കളിക്കാൻ നോക്കൂ. ഉണ്ടോ നല്ല രസമുണ്ട്. സോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ചായക്കട. മനസ്സിലായില്ലേ? അപ്പം ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ചായക്കടയായിട്ട് മാറിയത്. നൈസ്. എന്തായാലും കൊള്ളാം. ഇതിവിടുത്തെ പൂങ്കോഴി. എന്തടാ എന്തടാ ആ കോഫി കോഫി വന്നു, ഹോർലിക്സ് വന്നു. രതീഷിന് ഇവിടെ കളറ് ചേർത്ത് നമ്മളവിടെ മഞ്ഞ കളറാ. കട്ട്ലേറ്റ് ആണ് അടിപൊളി. നോക്കട്ടെ ഉമ്മാന്റെ കട്ട്ലേറ്റ് എത്ര പോകാൻ ഒരു മിനിറ്റ്. വി ഹാവ് കെയിം ടു അതർ ലൊക്കേഷൻ. ഇതെന്താന്ന് വെച്ചാല് ഷിപ്പിന്റെ അല്ലേ, ഷിപ്പിന്റെ ഏരിയ ആണിത്. നല്ല രസമുണ്ട്. വാവ് സൺസെറ്റ് ഒക്കെ കൊള്ളാം. നല്ല രസമുണ്ട് കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട്. രാത്രിയായപ്പോ നീലക്കടലിന്റെ കളറ് കൊടുക്കും. കളറ് വേറെ കളറായി വരുന്നുണ്ടോന്ന്. എന്താ അങ്ങനെ? നല്ല രസം കേട്ടോ. വാവ്, അവിടെ ഒരു ഷിപ്പ് കിടക്കുന്നു തോന്നണം. ലാൻഡ് ചെയ്തിരിക്കും, പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നോക്ക്, നല്ല രസമുണ്ട്. ഇവിടെ പാർക്ക് ചെയ്തോ? ബോട്ടുകള്, മീൻ പിടിക്കണ ബോട്ടുകൾ. നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമുണ്ട്. ഇവിടെ ആൾക്കാരിങ്ങനെ വന്നിരിക്കും. ഇത് ബോയ്സിന്റെ സ്ഥലമാണ് ഇരിക്കുന്നത്. ടൂറിസ്റ്റ് സ്പോട്ടുമാണ്. ഇവിടൊക്കെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ കിട്ടൂലല്ലോ. കല്ലുമക്കായ ഉണ്ട് അവിടെ. ഓ ഗൈസ്, ഇത് കാർഗോ ഷിപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. നോക്കിയോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമ്മളുടെ കാർഗോസ് വരുന്ന ഷിപ്പാണ്. അറിയോ? ഹൈ. ഫൈനലി എന്നെ കണ്ടുപിടിച്ച്. ഇവരിവിടെ പോവാണോ? നോക്ക്, നല്ല രസമുണ്ട്. ഓ ഇവിടെ വർക്ക് ചെയ്യണം ഒരാൾ. നല്ല രസമുണ്ട് കാണാൻ. എന്നെ അവർക്ക് അറിയാം ഗൈസ്. എന്നോട് ചോദിച്ചു ഷിങ്കു അല്ലേന്ന്, പക്ഷെ എൻ്റെ അടുത്തേക്ക് വന്നില്ല. നല്ല രസമുണ്ട്. ഇതൊതുമ്മ കെട്ടിയിട്ടേക്ക കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ഇത് കുലുങ്ങുന്നുമുണ്ട് ഒറ്റേട്ടെ. സമ്മതിക്കണം കേട്ടോ, നമ്മൾ പണിയെടുക്കണവരെ സ്കില്ല് തന്നെ. നോക്ക്, ഞാൻ ആദ്യമായിട്ട് ഇത്ര അടുത്ത് ഇത് കെട്ടിയിട്ടേക്കണ കാണുന്നത്. ഇത് അടുപ്പിക്കാൻ ശ്രമിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ആക്ച്വലി കാർഗോസ് വരുന്ന ഷിപ്പാട്ടോ. നോക്ക്, ഞാൻ ആദ്യമായിട്ട് ഒരു ഷിപ്പ് അടുത്ത് ഇത്ര കാണുന്നത്. സമ്മതിക്കണം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലായിരിക്കും അവർ സ്റ്റോർ ചെയ്യുക. കണ്ടോ, എന്തായാലും കൊള്ളാം. ഇതിങ്ങനെ കെട്ടിയിട്ടേക്കാം. നല്ല വണ്ണുള്ള കയറാ. ക്യാമറ കാണുമ്പോൾ ചെറുതുപോലെ തോന്നുന്നെങ്കിലും നല്ല വണ്ണുണ്ട്. ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാ. അതിനിവിടെ വന്നിട്ടാണ് ഭാഗ്യം കിട്ടിയത്.
പേരെന്താ? ആ ആ പോലീസ്. ആ പോലീസ് വലിയ പുള്ളി. ഇന്ന് വന്ന് അമിനി ദീപിത്ത ഉമറിനറിയോ? പോലീസിലാ. ആ എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ മോനാ. അവർ 3 പേര് ഞങ്ങളെ വീട്ടിൽ നിന്നാ പഠിച്ച ഗേൾസ്. സാജിദ, സാബിറ. ആ 3 ഗേൾസാ. സാജിദ, സാബിറ, 3 ഗേൾസും 1 ബോയ്. ആ ആ ഉമറിനറിയോ? ഇപ്പൊ കൽപ്പേനിക്ക് മാറ്റം കിട്ടി. ഇവിടെ ആയിരുന്നു, അകത്തിയിലേനു. ആ ശരി, എന്തായാലും കണ്ടതിൽ സന്തോഷം. അപ്പം നെയ്ച്ചോറും ചപ്പാത്തിയാണ് ഇന്നത്തെ ഫുഡ്. ഇതെന്താ? ഓ ഞാൻ മീൻകറി കൂട്ടാൻ സാറിന് മീൻകറി ബേക്കിലോട്ടാണ്. മീൻകറി കഴിച്ചോളൂ. ആ മതി. ആ ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. യാസിനിക്ക ഞാൻ മീൻകറിയുടെ ടേസ്റ്റ് നോക്കാം. ഉണ്ട്. അപ്പൊ വ്ളോഗ് അതിന്റെ പേര് സോ ഗായ്സ്, ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ കയറിയിട്ടുണ്ട്. അപ്പം ഡേ 1 ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവാണ്. ഡേ 1 ഞങ്ങള് അഗത്തി ഐലൻഡ് കുറേയൊക്കെ കറങ്ങി അടിച്ച് ഫുള്ള് കണ്ടിട്ടോ. നമുക്കിവിടെ ഒരു സ്കൂട്ടർ ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ രാത്രി സ്കൂട്ടറൊക്കെ എടുത്തിട്ട് കറങ്ങാൻ പോയി, വീണ്ടും വന്ന്. സോ ഇവിടെ നല്ല നബിദിനം തുടങ്ങുന്നതിന് മുന്നേ തുടങ്ങുന്നതിന് മക്കളെ പരിപാടികൾ ഇങ്ങനെ ഉണ്ടാവും. നല്ല രസമാണ് കാണാൻ. കാരണം ഇവിടെ മൊത്തം മുസ്ലിങ്ങളാണ് താമസം. അതുകൊണ്ടാണ് പിന്നെ എന്തൊക്കെയോ പരിപാടീസ് ഉണ്ട്. ഒറിജിനൽ റബിയുൽ ലക്ഷദ്വീപിലാ ജാഥ. നബിദിനത്തിന്റെ മുന്നേ തുടങ്ങും. എത്രങ്ങാണ്ട് ദിവസം മുന്നേ അവർ പരിപാടികൾ ഇങ്ങനെ ആഘോഷിക്കും. നമ്മളെ നാട്ടിലൊക്കെ നബിദിനത്തിന്റെ അന്നേ ഉള്ളൂ. ഇവരിപ്പോഴും ഫുൾ ആഘോഷങ്ങൾ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ്. സോ ഡേ 1 ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഡേ 1 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡേ 2 ആയിട്ട് നാളെ കാണാം. നാളെ എന്തൊക്കെയാണ് കയാക്കിങ്, വേറെ എന്തൊക്കെയോ പരിപാടീസ് ഉണ്ട്, എല്ലാം നാളെ കാണാം. ഇതേപോലെ കാലാവസ്ഥ ഉണ്ടായാൽ നല്ല രസമായിരിക്കും. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ ലക്ഷദ്വീപ് വരണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ടീം എല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. അതെ, സോ ബൈ ബൈ. പിന്നെ ലാസ്റ്റ് ഒരു റിക്വസ്റ്റ് കൂടി, വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി എവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനൊരു വഴിക്ക്, ഷിംഗു വേറൊരു വഴിക്ക്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊരു ചാനലിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഷിംഗു യാസിൻ ബ്ലോഗ്സ് ഫാമിലി. ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലിൽ വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ റീൽ എടുക്കണം. അപ്പോൾ ഞാൻ ഈ വർക്ക് തീർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയി. അപ്പോൾ ഞാൻ ആദ്യം ഇത് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ക്യാമറ ഓഫ് ആക്കിയിട്ട് സോ അതുകൊണ്ടാണ് വീഡിയോയിൽ ഇങ്ങനെ തുടങ്ങിയാണ് ഒരാൾ ഇങ്ങോട്ട് ഇങ്ങോട്ടും. കാരണം എന്താ പറയുക, ഒരേ സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാം. സോ അത്ര